Boat Airdopes 161, 163 ഈ രണ്ട് പ്രോഡക്റ്റുകൾ ഏതെങ്കിലും നിങ്ങളിപ്പോൾ വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലോ അതല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ പോവുകയാണെങ്കിൽ രണ്ട് പ്രോഡക്റ്റുകളും ഒരൊറ്റ പേജിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ആക്ച്വലി വിചാരിച്ചത് 161ൻ്റെ ഒരു ഓഫ്ലൈൻ വേർഷൻ ആയിരിക്കാം 163 എന്നുള്ളതാണ്. കാരണം പൊതുവെ ഇപ്പോൾ 131ന് 138, അതുപോലെ തന്നെ 141ന് 148, 402ന് 408 ഇങ്ങനെയൊക്കെയാണ് ആ ഒരു പേരുകൾ മാറ്റിയിട്ട് ഇവർ ഓഫ്ലൈനിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ അങ്ങോട്ട് വിചാരിച്ചിരുന്നത്. എന്നാൽ കുറച്ച് ദിവസം മുന്നേ ഒരു സുഹൃത്ത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് 161 ആണോ 163 ആണോ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ 161ൻ്റെ ഓഫ്ലൈൻ വേർഷനാണ് 163, അല്ലാണ്ട് വേറൊരു വ്യത്യാസമില്ല എന്നുള്ളത്. പക്ഷേ പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഡ്രൈവേഴ്സ് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ പ്ലേ ടൈമിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. സോ ഞാൻ അപ്പോഴാണ് ആക്ച്വലി ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ ഉറപ്പായിട്ടും നമ്മൾ അൺബോക്സ് ചെയ്യാണ്ടിരുന്നാൽ ശരിയാവത്തില്ലോ. സോ 1099 ഒരു ഓഫർ റേറ്റ് കണ്ടപ്പോഴത്തേക്ക് ഉടനെ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു എയർഡോപ്സ് 163. ആദ്യം തന്നെ പറയാം കേട്ടോ, ഫിസിക്കലി സത്യം പറഞ്ഞാൽ 1:1 റേഷ്യോ തന്നെയാണ്. അതായത് 161ഉം അതുപോലെ തന്നെ 163യും സെയിം ആണ്, 100% ഡിറ്റോ ആണ്. എന്നാൽ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 161ൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് ആക്ച്വലി ഈ ഒരു 163 എന്ന് പറയുന്നത്. അതായത് 402 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓൾഡ് ആയല്ലോ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ 403 എന്നൊക്കെ പറഞ്ഞിട്ടൊരു അപ്ഗ്രേഡഡ് വേർഷൻ, ഇപ്പോൾ ബ്ലൂടൂത്ത് വേർഷനും അതുപോലെ തന്നെ കുറച്ച് പ്ലേ ടൈമൊക്കെ കൂട്ടിയിട്ട് ഇറക്കാവുന്നതേ ഉള്ളൂ. അതുപോലൊരു സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ ഓൾറെഡി 161ൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ ഒരു കംഫർട്ടൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ എന്ന രീതിക്ക് ഈ ഒരു 163 അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1399 നോർമൽ റേറ്റിലുള്ള ഈ ഒരു 163 നമ്മൾ വാങ്ങിച്ചാൽ വട്ട് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ എയർഡോപ്സ് 163. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് എന്നുള്ളതല്ല പറയാൻ പറ്റുന്നത്, 100% സെയിം ആണ് 161ഉം അതുപോലെ തന്നെ 163ൻ്റെ ഒരു കേസ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് കൂടുതലാണ് 161 പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു കേസ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് സേഫ് ആയിരിക്കും. എന്തായാലും മറ്റുള്ള എല്ലാ ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പല പല കളറുകളിലുള്ള കേസ് അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ഇൻസ്റ്റയിലുള്ള DeepZstore. ഇനി ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് ബോട്ടിൻ്റെ ലോഗോ ഉണ്ട്. കൂടാതെ ഏറ്റവും അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഒരു LED ഇൻഡിക്കേറ്ററും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നപ്പോൾ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 1.5 hours വേണം 100% ഈ ഒരു 300 mAh ചാർജ് ആകാനായിട്ട്. 5V2A 10 wattsന്റെ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടാതെ 5 minutes നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എസാപ്പ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 90 minutes നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി ഒരു ലിഡിന്റെ ക്വാളിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആണ്. ഒരിക്കലും നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല. സെയിം ലൈക്ക് നമ്മുടെ 161 പോലെ തന്നെയാണ്. പിന്നെ ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് IWP ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പെരുകുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവുന്നതാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ ആണ്. പൊതുവെ എന്നോട് നിങ്ങൾ ആര് ചോദിച്ചാലും ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ബോട്ടിന്റെ എയർഡോപ്പ് സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു 161ൻ്റെ അല്ലെങ്കിൽ 163യുടെ തന്നെയാണ്. അതിൽ വേറെ ഒരു സംശയമില്ല. വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. ഒരു ഗ്ലോസി ഫിനിഷ് ആയിട്ട് തന്നെയാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ഈ ഒരു ഇയർബഡുകളും കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പുറകിലായിട്ട് ബോട്ടിന്റെ ലോഗോ ഉണ്ട്. കൂടാതെ സൈഡിലായിട്ടാണ് ഇവിടെ ആ ഒരു LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കുന്നത്. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 40 mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ് ടു 8 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ആ ഒരു സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ ഒരു 60% കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപ് ടു 40 hours ആണെങ്കിലും അതല്ല അപ് ടു 8 hours ആണെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. 35 minutes വേണം 40 mAh 100% ചാർജ് ആകാനായിട്ട്. ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. വേറെ ഒരു പ്രശ്നവും എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. 161ൽ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പോലും നമ്മളിത് വെച്ചിട്ട് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുക അല്ലെങ്കിൽ മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ല എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്തായാലും ഞാൻ 1 മണിക്കൂറോളം ഉപയോഗിച്ചിട്ട് പോലും എനിക്ക് അങ്ങനെ വലിയ ചെവി പെയിനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ലാണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഏതോ ഒരു ചെവിയിൽ വലുതാണെന്ന് തോന്നുന്നു
ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റേണ്ട ഒരു അവസ്ഥ വന്നു. അത് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാതായിരിക്കാം. അതെന്തായാലും ഡിപ്പെൻസ് നിങ്ങളുടെ ആ ഒരു ഇയർ സൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ അതർവൈസ് ഒരിക്കലും ഒരു ഇയർ പെയിനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് ഇതുവരെ അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് ഉണ്ടാവാൻ ചാൻസും ഇല്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എയർഡോപ്സ് 163 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഇൻഡോറിനകത്ത്. ഞാൻ ആക്ച്വലി നോർമലി സംസാരിക്കുവാണേ. ഇതിനകത്ത് ആക്ച്വലി ഡ്യുവൽ മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് ഒറ്റ മൈക്ക് ഉള്ളൂ. നിങ്ങളിപ്പോ ഈ ഒരു പ്രോഡക്റ്റ് കോളിംഗ് പേർപ്പസിന് വേണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഒരാൾക്ക് വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് കേൾക്കുന്ന ഔട്ട്പുട്ട്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിൽ വേറൊരു സംശയമില്ല. വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും പറ്റും. കൂടാതെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. ഇനി വലതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ അത് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. കൂടാതെ വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ആ ഒരു വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്ക് ആവുന്നതാണ്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിനകത്ത് SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടുകൾ കേട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ചില പാട്ടുകൾ ഞാൻ കേട്ടപ്പോഴത്തേക്ക് 100% ഇട്ടപ്പോഴത്തേക്ക് ചെറിയൊരു പതർച്ച ഫീൽ ചെയ്തു കേട്ടാ. പിന്നെ പൊതുവെ പറയാനുള്ളത് ഇതിനകത്ത് ആക്ച്വലി 50-60% ഇട്ടാൽ തന്നെ നല്ല പെർഫെക്റ്റ് ഒരു ലൗഡ് ഫീലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 100% ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി ചിലപ്പോൾ നമുക്ക് ഈ ഒരു 100% എപ്പോൾ ഇടേണ്ടി വരുമെന്ന് അറിയോ? നമ്മളിങ്ങനെ നല്ല ക്രൗഡായിട്ടുള്ള പ്രത്യേകിച്ച് ബസ് അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്തായിരിക്കാം ഈ ഒരു 100% ഇടേണ്ട ഒരു അവസ്ഥ വരുന്നത്. പക്ഷേ അങ്ങനെ ഇടുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ചെവി പെട്ടെന്ന് അടിച്ചു പോകാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്താ പറയുക ഭയങ്കര ഔട്ട്സൈഡിൽ സൗണ്ട് ഉള്ള സമയത്ത് നമ്മൾ ഈ ഇയർബഡുകൾ യൂസ് ചെയ്യാതിരിക്കുകയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് 100% ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് എത്ര ഉണ്ടെങ്കിൽ പുറത്തുണ്ടെങ്കിൽ പോലും അത് അറിയാനേ പറ്റത്തില്ല. അത്രയ്ക്കും നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. കൂടാതെ ബേസ് ലവേഴ്സിന് ഇത് ഇഷ്ടപ്പെടുന്നു വെച്ചാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. ഇപ്പോൾ ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് അല്ലാത്തൊരു പാട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ ബേസ് ഗിറ്റാറിൻ്റെ ആ ഒരു ബേസ് പോലും അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങോട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ മ്യൂസിക് ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതിപ്പോൾ 161 ആണെങ്കിലും ഈ 163 ആണെങ്കിലും ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് എനിക്ക് അങ്ങോട്ട് കിട്ടിയത്. ബ്ലൂടൂത്ത് വേർഷൻ 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് ഷവറിൽ പോലും നമ്മൾ എന്താ പറയുക കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്കിത് പാട്ട് കേൾക്കാം. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. പിന്നെ ബോട്ടിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ സർവീസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സർവീസ് സെൻ്ററിൽ കൊണ്ടുകൊടുക്കുക, ഒരാഴ്ചക്കകത്ത് സാധനം നമ്മുടെ വീട്ടിലെത്തും. അപ്പോൾ ആ ഒരു കൊണ്ടുകൊടുക്കുന്നതിൻ്റെ ആ ഒരു സമയവും അതുപോലെ തന്നെ അവിടെ പോയി ഇരിക്കുന്നതിൻ്റെ സമയമൊക്കെ കണക്ക് കൂട്ടിയിട്ട് മാക്സിമം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് നമ്മളായിട്ട് ചീത്താക്കാണ്ടിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതർവൈസ് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു സർവീസ് ഒരാഴ്ചക്കകത്ത് പുതിയ പ്രോഡക്റ്റ് അങ്ങോട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ ഈ ഒരു ഇയർബഡ് വെച്ചിട്ട് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ലോ ലേറ്റൻസി മോഡ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്തുമാത്രമാണ് ആ ഒരു ഔട്ട്പുട്ട് എന്ന് നോക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് സൗണ്ട് എത്ര മാത്രം സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയേ. അത്യാവശ്യം ഡിലേ ഉണ്ടല്ലേ. സിംഗിൾ ടാപ്പിൽ പോലും അതങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഡിലേ ഉണ്ടല്ലേ എന്തായാലും. പിന്നെ പൊതുവെ നമ്മൾ ഈ ഒരു ബോട്ടിന്റെ ബീസ് മോഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ കളിച്ചു നോക്കുമ്പോൾ പോലും അവിടെയും ചെറിയൊരു ഡിലേ കാണാം. അപ്പോൾ പിന്നെ ഈ ഒരു ബീസ് മോഡ് ഇല്ലാത്ത പ്രോഡക്റ്റിൽ നമുക്ക് ഡിലേ ഇല്ലെന്ന് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത്യാവശ്യം ചെറിയൊരു ഡിലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രോ പ്ലേയേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഇത് വെച്ചിട്ട് കളിക്കാൻ പറ്റത്തില്ല. എന്നാൽ അത്യാവശ്യമൊക്കെ വേണമെങ്കിൽ കുറച്ചൊക്കെ കളിക്കാൻ പറ്റും ഈ ഒരു 161 വെച്ചിട്ട്. പക്ഷേ ബെറ്റർ നിങ്ങൾക്കിപ്പോൾ ഗെയിമിംഗ് ആണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ള ലോ ലേറ്റൻസി മോഡ് ഉള്ളൊരു ഇയർബഡ് വാങ്ങിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ ആ ഒരു വീഡിയോസൊക്കെ കാണാനാണെങ്കിൽ ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ചില സമയത്ത് എനിക്ക് അവിടെയും ചെറിയൊരു പൊട്ടിക്ക് ഡിലേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറ്റമായിട്ട് പറയാൻ പറ്റത്തില്ല, ഓക്കെയാണ്. കാരണം നോർമലി ഉള്ള ബീസ് മോഡ് ഇല്ലാത്ത ഇയർബഡുകളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് ആണ് അത് ഇവിടെയും വന്നതന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. എന്തായാലും ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബോട്ട് എയർഡോപ്സ് 163 കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ഉണ്ടായിരുന്നത്. 1399 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് നിങ്ങളോട് ചോദിക്കണമെങ്കിലേ ഞാൻ ഉറപ്പായിട്ടും പറയും
1399 ഈ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക ബീസ് മോഡുള്ള പ്രോഡക്റ്റുകളൊക്കെ ആവശ്യം പോലും ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലോ ലേറ്റൻസി മോഡുള്ള പ്രോഡക്റ്റുകൾ ആവശ്യം പോലും ഉണ്ട്. സോ ഗെയിമും അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് ആ ഒരു ബീസ് മോഡ് ഉള്ളതായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം മൂവീസ് ഒക്കെ കാണാനും ഒക്കെ ആണെങ്കിൽ ആ ഒരു, പിന്നെ നിങ്ങൾ ഓൾറെഡി ആ ഒരു ക്വാളിറ്റി കേട്ടല്ലോ, അതുമൊക്കെ മതിയെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഒരു 1299 അല്ല 1099 ചില സമയങ്ങളിൽ ഓഫർ ഉണ്ടല്ലോ, ആ റേറ്റിന് വരുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. 1099 രൂപയ്ക്ക് ഉറപ്പായിട്ടും വർത്താന്നുള്ളതിലും വേറൊരു സംശയമില്ല കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഈ ഒരു ഡിസൈൻ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഈ ഒരു ബോട്ടിന്റെ 1619 163 ആണ് എനിക്ക് കൂടുതൽ പേഴ്സണലി ഇഷ്ടം എന്നുള്ളതും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു 163നെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ഉണ്ടായത്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത് ഈ ഒരു 163 നിങ്ങൾക്ക് വേണമെങ്കിൽ DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ കിട്ടുന്നതാണ്. എന്നാലും ഈ ഒരു വീഡിയോയിലൂടെ 163നെ കുറിച്ചിട്ടൊരു ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.